ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള കോട്ടൻ്റെ വേസ്റ്റ്. അപ്പോൾ ഇത് 1 കിലോ കോട്ടൻ്റെ തുണി വേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. ഞാൻ 1 കിലോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അനുചേച്ചിയുടെ കയ്യിൽ നിന്ന് 1 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. 64 രൂപയാണ് എനിക്ക് 1 കിലോയ്ക്ക് കൊടുക്കേണ്ടി വന്നത്. പിന്നെ ഇത് നൂലാക്കി തന്ന കുട്ടിക്ക് ഞാൻ 20 രൂപ കൊടുത്തു. അങ്ങനെ മൊത്തം എനിക്ക് ചിലവായത് 84 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് സെയിൽ ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ നമുക്ക് എനിക്കെന്തായാലും ഇത് നൂലാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ടൈം അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്തായാലും നൂലാക്കിയത് വാങ്ങിയിട്ട് സെയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ചേച്ചിമാരെ കൊണ്ട് ഇനി നമുക്ക് കുറച്ച് ഓർഡർ പിടിച്ചിട്ട് ചേച്ചിമാരെ കൊണ്ട് നൂലാക്കിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനതിന് വേണ്ടി ഓർഡർ പിടിക്കാൻ വേണ്ടി ഈ 1 കിലോ 4 പാക്കറ്റിലാക്കിയിട്ട് ഞാൻ ഓർഡർ പിടിക്കാൻ പോവാണ്. പെയിൻറ്റ് കട, പൂജാക്കട, പിന്നെ വർക്ക്ഷോപ്പ്, അങ്ങനത്തെ ഷോപ്പുകളിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെയിലാവുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 4 കടയിൽ നമുക്ക് ഓർഡർ പിടിച്ച് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബിസിനസ്സിന് ഇറങ്ങിത്തിരിക്കാൻ പോണത്. അപ്പോൾ എന്ത് നമുക്ക് ഇറങ്ങി തിരിച്ചാലാണല്ലോ നമുക്ക് സെയിൽ കിട്ടുമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ മുടക്ക് മുതൽ എന്ന് പറയുന്നത് 64 20 84 രൂപയാണ് കേട്ടോ. അപ്പോൾ 84 രൂപ കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് പിടിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്കിത് സക്സസ് ആവുമെന്നൊന്നറിയില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തുടക്കത്തിൽ ഏറ്റവും മാക്സിമം കുറഞ്ഞ കോസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമുക്ക് സെയിൽ ആവുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ എമൗണ്ട് നമുക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നഷ്ടം വരുന്നത് കുറവായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് തുടക്കത്തിലെ ഒരു മാർക്കറ്റ് സ്റ്റഡി ഒന്നും നടത്താതെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഒന്നും നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയാതെ വലിയ എമൗണ്ടൊക്കെ നമ്മൾ എന്തൊരു ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്താലും നമുക്കത് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഞാനിത് പാക്ക് ചെയ്തിട്ട് ഒട്ടിക്കാണ്ട് ഞാൻ 1 കിലോ എടുത്തിട്ട് നൂലാക്കിയ 1 കിലോ കോട്ടൺ വേസ്റ്റ് 4 ഭാഗമാക്കിയിട്ട് 4 പാക്കറ്റിലാക്കിയിട്ട് ഒട്ടിക്കുകയാണ്. അതായത് ഒരു 250 ഗ്രാം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കിലോന് 45 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യാൻ പോണത്. നമുക്ക് ഒരുപാട് ലാഭമൊന്നും നമ്മളങ്ങനെ പ്രതീക്ഷിക്കണില്ല. എന്നാലും ചെറിയൊരു ലാഭം നമുക്ക് ആദ്യം കടകളിൽ പോയിട്ട് അവർ ഓർഡർ തരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓർഡർ തരുന്നതിനനുസരിച്ച് നമുക്ക് അനുചേച്ചിയുടെ അടുത്ത് നിന്ന് തന്നെ എടുക്കാതെ വിചാരിക്കില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ചായിട്ട് എടുത്തിട്ട് 5-6 കിലോ ഒക്കെ എടുത്തിട്ട് ചേച്ചിമാരെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമുക്ക് സെയിലാക്കാം. എന്നിട്ട് നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് പിന്നെയും ഓർഡർ പിടിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതെനിക്കും ഒരു ഹെൽപ്പായിരിക്കും. ഇതേപോലെ ഈ ഒരു ഫീൽഡിലേക്ക് ആദ്യമായിട്ട് വന്ന ആളുകൾക്കും ഇതൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ ഇതേപോലെ ഉള്ള ബിസിനസ്സിൻ്റെ നല്ല ബിസിനസ്സുകളുടെ മാക്സിമം റേറ്റ് കുറവിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ. കണ്ടില്ലേ, നമ്മളിത് പാക്ക് ചെയ്തപ്പോൾ കവറിലാക്കി പാക്ക് ചെയ്തപ്പോൾ നല്ല ഇത് വൈറ്റാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കളറുണ്ട്. വൈറ്റിന് റേറ്റ് കുറച്ച് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.